അപ്പൊ തൊമ്മച്ചൻ ചേട്ടന്റെ വീടിന്റെ മുമ്പിലല്ലേ ചമ്പക്കുളം പള്ളി? ഞങ്ങളുടെ പള്ളിയല്ല, വള്ളംകളി ഇവിടെ നടക്കുന്നത്. ചമ്പക്കുളം വള്ളംകളി നമ്മൾ അവിടെ നിന്ന് കയറിയില്ലേ, അനിപ്പുറത്തുനിന്ന് വള്ളംകളി വിടുന്നത്. ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത് ഈ സ്ഥലത്താ? അതെ, ഇവിടെ തന്നെ. അത് ശരി, ഓക്കെ ഓക്കെ. ബാ നമുക്ക് പള്ളി കണ്ടിട്ട് വരാം. ബാ കമോൺ. ചങ്ങനാശ്ശേരി അരമന ഉണ്ടാകുന്നതിന് പള്ളിയായി. ചങ്ങനാശ്ശേരി അരമന ഉണ്ടാവുന്നതിന് മുമ്പുള്ള പള്ളിയാ. AD 427 സ്ഥാപനം. അപ്പൊ വർഷമായി 1600 വർഷമാകുമ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാം. നേരെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മുമ്പിൽ ഫലകങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അതായത് AD 400 സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് പല സമയത്തായിട്ട് ഇത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. അബിയെ, ഇവിടെ പള്ളിപ്പെരുന്നാളാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഒന്നുകിൽ തുടങ്ങാൻ പോകുന്നു, ഇല്ലെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞു. അതിൻ്റെ എന്തോ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. ആ ഒരു പഴമ നിറഞ്ഞ ആ ഒരു മനോഹരമായിട്ടുള്ള പള്ളി നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. എന്ത് രസമല്ലേ? ആ ഒരു കായൽ തീരത്തുള്ള സുന്ദരമായിട്ടൊരു പള്ളി. ആലപ്പുഴ ജില്ലയിലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ള പഴക്കം ചെന്ന പള്ളികൾ ധാരാളമായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലം. ഇത് നമ്മുടെ ഈസ്റ്റർ ദുഃഖവെള്ളിയൊക്കെ വരികയാണല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിൽ ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ പെരുന്നാൾ മാർച്ചിൽ എന്തോ കഴിഞ്ഞു. ഒരു വർഷം 2 പെരുന്നാൾ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്, പിന്നെ കുമ്പസാരത്തിനുള്ള വേദി, പിന്നെ ഓഫീസ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എന്ത് രസമല്ലേ അകത്ത് കാണാനായിട്ട്. അകത്ത് സൂപ്പറാണ്. അകത്ത് ആ ചിത്രപ്പണികളെന്നൊക്കെ പറയാനായിട്ട്, അതായത് മെയിൻറ്റെയിൻഡ് ആണ് പഴയ കാലത്തെ ചിത്രപ്പണികൾ. പള്ളിയുടെ അകം കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ആരാ പള്ളിയുടെ അകത്തുള്ളത്? ആരുമില്ലായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഉണ്ടോ? ആരാ ഉള്ളത് പള്ളിക്കകത്ത്? ഋഷിക്ക് അറിയത്തില്ലല്ലോ ആരാ ഉള്ളതെന്ന്. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കയറി കണ്ടിട്ട് ഇറങ്ങിയാണ്. പക്ഷേ ഇത് ഇത് ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ചർച്ചയുള്ള ഒന്നാണ്. മുമ്പിൽ ഇതേ കൊടിമരമൊക്കെ ഉണ്ട് കണ്ടോ? ഇതേ കൊടിമരമുണ്ട്. ടിക്കൻ ആംബിയൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പമ്പാ നദിയാണല്ലോ ഈ നിൽക്കുന്നത്. ഈ കാണുന്ന പമ്പാ നദിയിൽ ഈ ഭാഗത്താണ് ചമ്പക്കുളം വള്ളംകളിയൊക്കെ നടക്കുന്നത്, ചമ്പക്കുളം പള്ളിയുടെ മുൻപിലായിട്ട്. അപ്പോൾ ചമ്പക്കുളം വള്ളം നമുക്കിനി കാണാൻ പോകണം. ഈ പമ്പാ നദിയിൽ എത്ര ജലമേളകൾ നടക്കുന്നുണ്ടല്ലേ? ചമ്പക്കുളം വള്ളംകളി, പിന്നെ നമ്മുടെ ആറന്മുള വള്ളംകളി, പിന്നെ റാന്നിയിൽ ചതയം വള്ളംകളി. അവിടെ ഉണ്ടോ ഇപ്പോ? അത് കണ്ടിട്ടുള്ള മറ്റേ ചതയമോ? അത് ചതയോടെ, അത് റാന്നിയിലല്ലേ? അല്ലല്ല, ഇവിടെ ചെങ്ങന്നൂരുണ്ട്. എത്ര വള്ളംകളി ഉണ്ട് ശരിക്കും? നമുക്ക് ഒരെണ്ണം തുടങ്ങിയാലോ? പുതിയത് നമുക്ക് കോഴഞ്ചേരിയിൽ ഒരു വള്ളംകളി തുടങ്ങിയാലോ? കോഴഞ്ചേരി വള്ളംകളി എന്ന് പറഞ്ഞോണ്ട് എവിടേക്കാന്ന് അറിയത്തില്ല, എല്ലായിടത്തും വള്ളംകളിയുണ്ട്. ബാ ഇരിക്കും. നിനക്ക് വള്ളംകളി തുടങ്ങണോ? നിനക്ക് വള്ളം കളിക്കണോ? എന്നാ ഇവിടെ ഇരിക്കും, നമുക്ക് വള്ളം കാണാൻ പോയി. ബാ. ഇതിവിടെ ഈസ്റ്റർ പ്രമാണിച്ചിട്ടിരിക്കുന്നതാണോ? പെരുന്നാൾ കഴിഞ്ഞു. ഓ, അപ്പൊ അത് മാറ്റിയിട്ടില്ല, ഇട്ടിരിക്കുന്ന. പെരുന്നാൾ മാർച്ചിലായിരുന്നല്ലേ? 19 തീയതി ആയിരുന്നു. ഓ, അത് കഴിഞ്ഞു. ഇവിടെ 2 പെരുന്നാളുണ്ടോ? എങ്ങനെ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയാ പെരുന്നാൾ കഴിക്കുന്നത്, ഇത് നാട്ടുകാരെല്ലാം കൂടെ കൂടി കഴിക്കുന്നത്. ഓ, അങ്ങനെ ഉണ്ട്. അത് മാതാവിന്റെ പെരുന്നാൾ ദർശനത്തിൽ ചേർന്നവർക്കാണ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, എനിക്ക് പെരുന്നാൾ കഴിക്കാൻ പറയാൻ കൂടി കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിന് ദർശനത്തിൽ ചേർന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്തൊരു പരിപാടിയുണ്ട്. ഈ ദർശനം തീരുക എന്ന് പറഞ്ഞാൽ ഈ മാതാവിന്റെ ഈ അതിനകത്ത് ഈ എന്താ പറയുക, ഈ ആൾക്കാരെല്ലാം കൂടെ കൂടിക്കൊണ്ടൊരു ഇതുണ്ടാകും. അത് മാതാവിന്റെ ഇതായിട്ട് വരുന്നതിന് അതിന് ദർശനം എന്നാണ് പറയുന്നത്. അത് ചേർന്നവര് 100-200 പേര് മേളിൽ കാണും. അതിൽ നിന്ന് 10 പേരെ തിരിഞ്ഞെടുക്കും. ആ 10 പേര് തിരിഞ്ഞിട്ട് പിന്നെയും കുറിയിട്ട് എടുക്കുന്ന അവർക്ക് സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ വരുന്നവരെ മാത്രമേ പെരുന്നാൾ എടുക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ ഫണ്ടൊക്കെ ചെലവൊക്കെ ഒരാള് കഴിച്ചു തെരഞ്ഞെടുക്കുന്ന ആള് 1 ലക്ഷം രൂപ ചെലവായിരിക്കും. അപ്പൊ അങ്ങനെ ഫണ്ടുള്ള ആൾക്കാരാണ് അതിന് വില്ലിംഗ് ആയിട്ട് പോകുന്നത്. ഫണ്ടുള്ളവര് ഇല്ല, എനിക്ക് കഴിക്കാൻ മാർഗ്ഗം ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കഴിക്കാം. ഇത് സദ്യയുണ്ട് പിതാവിന്റെ പെരുന്നാളിന്. അത് പിന്നെ പുറത്തുനിന്ന് കൊല്ലം, തമിഴ്നാട്, തിരുവനന്തപുരം അവിടെ നിന്നൊക്കെ വരുന്നവരാ. അത് ശരി. അവര് 10-30,000 പേരോളം വന്ന് ഇവിടെ സദ്യയുണ്ട്. പെരുന്നാളിന് സദ്യ ഉള്ള ആരും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. 19 തീയതി വന്നോണം, അന്ന് പെരുന്നാള് സദ്യ. ഞങ്ങൾ ആറന്മുളയിൽ വള്ളസദ്യക്ക് പോകാറുണ്ട് ഉത്സവത്തിന്റെ. ഉണ്ട്. അതല്ലാതെ അപ്പൊ ഇവിടെ വെജാണോ നോൺ വെജ് ആണോ സദ്യ? ചോറ്, സാമ്പാർ, കടുമാങ്ങ, ഇത് മാത്രമേ ഉള്ളൂ. ചോറ്, സാമ്പാർ, കടുമാങ്ങ, വെജ്, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. എല്ലാം ഇവിടെ തന്നെ പാചകം ചെയ്യും. അത് പാചകം നമുക്ക് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വന്ന് ചെയ്യുന്നത്.
നാട്ടുകാരെല്ലാം അരിഞ്ഞു കൊടുത്തോണ്ട്. ഓ അത് ശരി, കൊള്ളാം. അപ്പൊ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ചമ്പക്കുളം വള്ളം പാർക്ക് ചെയ്തിരിക്കുന്നത്, വള്ളപ്പുര എന്ന് പറയുന്നത് ശരിക്കും ഇവിടെയാണ്. പാർക്കല്ല വള്ളപ്പുര. ചമ്പക്കുളം വള്ളം വെച്ചിരിക്കുന്ന ചമ്പക്കുളത്തിന്റെ വള്ളപ്പുരയാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബോട്ടാണ് നമുക്കിവിടെ ഈ കാണുന്നത്. ഇത് എടത്വയിൽ നിന്നും ചമ്പക്കുളത്തിന് പോകുന്ന ഒരു ബോട്ടാണത്. എടത്വ ടു ചമ്പക്കുളം. നമ്മുടെ KSRTC ബസ് പോലെ തന്നെ ഇവിടെ ഇതുപോലെയുള്ള ഈ കായലിൻ്റെയും ഈ നദിയുടെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈസി ആയിട്ട് പോകാനായിട്ട് ഇതുപോലെയുള്ള ബോട്ട് സർവീസുകളാണ് ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇപ്പുറത്തുനിന്ന് ചേട്ടൻ അപ്പുറത്ത് ഫോട്ടോ സെറ്റ് എടുക്കാൻ പോകണമെങ്കിൽ ഈ ബോട്ടിൽ കയറി അപ്പുറത്ത് പോവാം. ചേട്ടൻ പിന്നെ സ്വന്തം വള്ളം ഉണ്ടോണ്ട് വള്ളത്തിൽ കയറി പോവായിരിക്കും അല്ലേ? അബി കൊള്ളാം. ഇത് അറിയത്തില്ല എങ്ങനെ ഇവിടെ കുത്തണ്ട എങ്ങനെയാന്ന്. ആങ്കർ ചെയ്യാൻ അറിയത്തില്ല. എന്താ ഋഷ എന്താ പറഞ്ഞോ? ഇവിടെ ലെഫ്റ്റിൽ കാണുന്നത് വള്ളമാണല്ലോ. ഇങ്ങനെയാണ് ചമ്പക്കുളം വള്ളം വെച്ചിരിക്കുന്നത്. നോക്കി, ആക്ച്വലി നമ്മൾ വന്നപ്പോഴത്തേക്കിനും കുറച്ച് ഇരുട്ടിപ്പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കാണാമായിരുന്നു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ചുണ്ടൻ വള്ളമാണ്. നമ്മുടെ നാട്ടില് ആറന്മുള ഭാഗത്തൊക്കെ നമ്മൾ പള്ളിയോളം എന്ന് പറയും. നീളം ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അമരം വലുതായിരിക്കും. ഇത്രയും നീളം എ ബാച്ച് വള്ളത്തിന് നീളം ഉണ്ട്, പക്ഷെ അതിന് അമരത്തിന് ഭയങ്കര പൊക്കമായിരിക്കും. അമരത്തിന് പൊക്കവും പിന്നെ അതേപോലെ തന്നെ വലിയ സ്പീഡില്ല. ഇത് റണ്ണിങ് തിരിക്കാൻ പറ്റും. ഇത് നേരെ തിരിച്ച ഇതിന് സ്പീഡുണ്ട്, പക്ഷെ റണ്ണിങ് തിരിക്കാൻ പറ്റത്തില്ല. അതെ. നിങ്ങൾ വള്ളത്തിലൊക്കെ പോകാറുണ്ടോ? ചേട്ടൻ എവിടെ ഇരിക്കുന്നേ? താണുതട്ടെന്ന് പറഞ്ഞ ആ ഭാഗം അവിടെ ഇരിക്കും. പിന്നെ ഫ്രണ്ട് കൂമ്പത്ത്. ഞങ്ങളുടെ അവിടെ പാട്ട് പാടുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. പാട്ട് പാടുന്ന ആൾ ഇവിടെ നിന്ന് പാട്ട് പാടും. പിന്നെ ഭയങ്കര രസമാണ് വള്ളംകളി എന്നൊക്കെ പറയുന്നത് അല്ലേ? വന്നിട്ടുണ്ടല്ലേ? ആണല്ലേ? അത് ശരി, ഓക്കെ. ഇവിടെ ശരിക്കും ഈ പരിസരത്ത് എത്ര വള്ളങ്ങളുണ്ടാവും? ചമ്പക്കുളം തുറന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഈ ചമ്പക്കുളം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേൾക്കുന്നത് ചമ്പക്കുളം വള്ളംകളിയും ചമ്പക്കുളം തച്ചനുമാണ്. ഈ ചമ്പക്കുളം തച്ചൻ എന്ന് പറയുന്ന അതിനെ പറ്റി ഒന്ന് പറയുമോ? എനിക്ക് വലിയ പിടിയില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. വള്ളം പണിയുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒരു ഇത് ഐതിഹ്യമായിട്ടാണ് അവര് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപറ്റിയാണ് അതൊരു വള്ളംകളി. തച്ചന്മാരാണല്ലോ വള്ളം പണിയുന്നത്. എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്തുള്ള തച്ചന്മാര് വള്ളം പണിയാൻ ഫേമസ് ആയിരുന്നെന്ന് തോന്നുന്നല്ലേ? പണ്ട് പറയുകയാണെങ്കിൽ കോഴിമുക്കാശാരിയാണ് ചമ്പക്കുളം വള്ളം പണിത്. ചമ്പക്കുളത്തെ തെറിവില്ല, കൊടുപ്പനക്കാര്, പിന്നെ ചങ്കരി, പിന്നെ കോഴിമുക്ക് നാരായണാശാരിയാണ് ചമ്പക്കുളം വള്ളം പണിത്. പിന്നെ അതിന്റെ പിൻതലമുറക്കാരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉമാമകേശന്, സാബു, അങ്ങനെ പല ടീമുകളുണ്ട് പണിക്കാർ. അത് കൂടുതൽ ഇടത്തോ കോഴിമുക്കുകാരാണ് ഇപ്പോൾ അതിന്റെ ഫേമസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് 1974 ഈ ചമ്പക്കുളം പുതിയതായിട്ട് പണിത്. ആ വള്ളം നമ്മുടെ മ്യൂസിയത്തിനകത്തിരിക്കുന്നത്. അവിടെ അറിയോ? അവിടെ ചമ്പക്കുളം വള്ളമല്ലേ വെച്ചിരിക്കല്ലേ? അപ്പൊ ഇത് 1974 പണിത വള്ളമാണോ? പഴയത്. ഓ, അതിന്റെ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പണ്ട് ആഞ്ഞിലിയിൽ പണിത വള്ളം. ഓ അത് ശരി. ഇതിപ്പോ എത്ര വർഷമായി കാണും? ഇത് പുതിയതല്ലേ? ഋഷ ബിഗ് വള്ളം കണ്ടോ? നീ കണ്ടോ? ഇത് വലിയ ബിഗ് വള്ളമാണ് ഇത്. കാര്യമായിട്ട് ഋഷി ഇത് കണ്ടിട്ടില്ല. ഋഷി ഇങ്ങനത്തെ വെള്ളം കണ്ടിട്ടില്ല. 3 പേരിവിടെ ഇറങ്ങാൻ മടിയാന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിരിപ്പുണ്ട്. എന്തിനാ വേഗം വരാൻ വിളിക്കുന്നത്? കൊതുക് കടിച്ചിട്ടല്ലേ? ഞങ്ങൾക്ക് നല്ല കൊതുകടിയായിരുന്നു. അപ്പുറത്തെ പള്ളിയില്ലേ, അങ്ങോട്ട് പോയില്ലേ, അവിടെ ഒരു വലിയ പാലം ഉണ്ടായിരുന്നു. ആ പാലം വരെ അത്ര ഒരു 10 വള്ളത്തിൽ താഴെ വരുള്ളൂ ഇവിടെ. ആണോ? ഒന്നും ഇതുവരെ വന്നിട്ടില്ല. 7 ബോണസ് ഒക്കെ കുറവല്ലേ? ഓ, ബോണസ് ഒക്കെ കിട്ടണല്ലേ? ഗ്രാൻഡ് ഒക്കെ ഉണ്ടാവും. തൊമ്മച്ചൻ ചേട്ടാ, താങ്ക് യു. അപ്പൊ കാണാം. ചമ്പക്കുളം പള്ളിയുടെ മുമ്പിൽ കിടക്കുന്ന ഒരു ബസ്, KSRTC ബസ്. എനിക്ക് തോന്നുന്നത് ബസ് സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു. ചമ്പക്കുളം നെടുമുടി രാമങ്കരി
ചങ്ങനാശ്ശേരി. നെടുമുടി രാമങ്കരി വഴി ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ഒരു ബസ്. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഒരു പുതിയൊരു പാലം തുറന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ് ആ പാലത്തിന്റെ പ്രത്യേകത എന്നല്ലേ? യെസ്, അതൊരു വെറൈറ്റി പാലമാണ്. പടഹാരം ബ്രിഡ്ജ് എന്നാണ് ആ ബ്രിഡ്ജിന്റെ പേര്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. യെസ്, പറ. ആ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് കേട്ടോ. പാലാരിവട്ടം പോണോന്ന് ഇനി. അപ്പൊ ഇതാണ് പടഹാരം ബ്രിഡ്ജ് അല്ലേ? നമുക്ക് ആദ്യം പാലം കയറി നമുക്ക് അപ്പുറത്ത് പോകാം, എന്നിട്ട് നമുക്ക് ബാക്കി എന്താന്ന് വെച്ചാൽ കാണാം. ഈ പാലത്തിൽ കയറുന്നതിന് മുമ്പ് ഈ പാലത്തിന് വേറെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് താഴെക്കൂടെ എന്താ റോഡൊക്കെ ഉള്ളത്? ശരിക്കും ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെഡസ്ട്രിയൻസ് താഴെ ഈ കാണുന്ന സ്ഥലത്ത് കൂടെ പോകണം എന്നുള്ളതാണ്. ഇതിപ്പോ ജസ്റ്റ് കഴിഞ്ഞ മാസം ഈ പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് കൂടെ ഇതെനിക്ക് തോന്നുന്നു ഇതിലൂടെ സ്റ്റെപ്പും എല്ലാം പണിയുമായിരിക്കും പെഡസ്ട്രിയൻസിന് കയറി പോകാൻ വേണ്ടി. ഇത്തരത്തിൽ മുകളിലൂടെ അല്ല താഴെക്കൂടെ വേണം പെഡസ്ട്രിയൻസ് ഇതിന്റെ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനെന്നാണ് ഇതിന്റെ പരിപാടികൾ പറയുന്നത്. പക്ഷെ രണ്ട് ഭാഗത്തും വേറെ ഒന്നും പണിതിട്ടില്ല കേട്ടോ. അപ്പൊ ഈ പെഡസ്ട്രിയൻസ് എങ്ങനെ ഇതിന്റെ മേളിൽ കൂടെ കയറി പോകുന്നു ഞാൻ ആലോചിക്കുന്നത്. ഇതിന് സ്റ്റെപ്പ് വെക്കുമോ ഇവിടെ? ആ, എന്താ പ്രശ്നം? ഇവരത് നേരത്തെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഫോണോ അല്ല ഒരു ചെറിയൊരാൾക്ക് കയറാവുന്നൊരു കട്ടിങ് ഉണ്ടായിരുന്ന നേരെ അടിക്കാറ്. ഇതിപ്പോ എങ്ങനെ കൊടുക്കും ഇത്? ഇതിപ്പോ റോഡിലേക്ക് കൊടുക്കേണ്ടി വരും അല്ലേ? ഞാനതാ ഇങ്ങനെ നോക്കുന്നത്. ഞാൻ ഇങ്ങനെ നോക്കരുത് ഇതെങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ് കയറുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല പ്യൂറായിട്ട് പ്രായമുള്ളവർക്ക് കയറി പോകാനുള്ള നല്ല സൗകര്യം കിട്ടും. അത് ശരിയാ, സ്ലോപ്പ് ആക്കിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അല്ലേ? ഇതിപ്പോ ഒരു ഡിസൈനിൽ ഒരു ചെറിയൊരു പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞില്ലേ? എന്നാ ഉദ്ഘാടനം? കഴിഞ്ഞില്ല അല്ലേ? ഓ, അത് ശരി. ഓക്കെ. പക്ഷെ വണ്ടികൾ വിടുന്നുണ്ട്, വണ്ടിയെല്ലാം കയറി പോകുന്നുണ്ട്. അടിപൊളി. ഓക്കെ. ചേട്ടന്റെ പേരെന്താ? ഇവിടെ തന്നെ. നമുക്ക് എന്തായാലും ഉദ്ഘാടനം കഴിയാത്ത ഈ പാലം ഇപ്പൊ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഈ പാലത്തിന്റെ മുകളിലൂടെ നമുക്ക് കയറി അപ്പുറത്തേക്ക് പോവാം. ഉദ്ഘാടനം കഴിഞ്ഞില്ല എന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കിയപ്പം ഈ മാസം എന്തോ ഉദ്ഘാടനം ഉണ്ട്. അങ്ങനെ നമ്മൾ ആ പടഹാരം പാലത്തിന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിയാത്ത പാലമാണ്, അതുകൊണ്ടാണ് നമ്മൾ പാലത്തിന്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ വേറെ സംഭവങ്ങളൊന്നുമില്ല, വണ്ടി തിരക്ക് വളരെയില്ല, തീരെയില്ല. ഇതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് പബ്ലിക്കിന് തുറന്നു കൊടുത്താൽ മാത്രമേ ഇവിടെ എന്താ പറയാ ബാക്കിയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇതെന്താ സംഭവം ഇവിടെ? ഇത് വ്യൂ പോയിന്റ് ആണോ? ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. താഴേന്ന് പെഡസ്ട്രിയൻസിന് അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. കണ്ടോ, ആ കാണുന്നത് പെഡസ്ട്രിയൻസിന്റെ വ്യൂ പോയിന്റ്. പിന്നെ ഇവിടെ എന്താണെന്നറിയില്ല, ഇവിടെ തൂടൊക്കെ വേറെന്തോ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എന്ത് പരിപാടിയെന്ന് അറിയുന്നില്ല. എന്തായാലും സംഭവം കൊള്ളാം. പടഹാരം പാലം അല്ലേ? എന്തൊക്കെ ഡിസൈനാണോ. പക്ഷെ ഇതെന്തിനായിരിക്കും ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്? ഇത് ഇങ്ങനെ കയറാനായിട്ട് ഇവിടെ കയറാൻ പറ്റത്തില്ലല്ലോ. അതായത് ഞങ്ങൾ കുറ്റം പറയാനൊന്നും വിചാരിക്കരുത്. ഇതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് സംഭവം. താഴെ കൂടെ കയറാൻ വഴിയുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിൽ എങ്ങനെ കയറും? ഒരു ഐഡിയ ഇല്ലടാ. ഇതെന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തേക്കുന്നേ? ഭംഗിയാണ്, ഭംഗി. എടുക്ക് ഋഷിനെ എടുക്ക്, കാണിച്ചു കൊടുക്ക അവിടെ. എന്താ പറഞ്ഞേ? മേ ബി അതായിരിക്കാം. അതുകൊണ്ട് പാലം പക്ഷെ ഭംഗിയാ, കിടുവാ. ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ഒരേപോലെ. അതെ അതെ. എന്താ വടി നോക്കുന്നേ? ഈ ഗ്യാപ്പിൽ കൂടെ വേണം നമ്മൾ താഴെ പോകും. എടാ ഋഷിയുടെ കാലൊക്കെ കുടുങ്ങും അതിന്റെ ഉള്ളതേക്ക്. ഇതൊക്കെ അടയ്ക്കാനുണ്ടാവും ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വരും ഇവിടെ. ചേട്ടാ, ഇതിന് താഴെ കൂടെ നടന്നു പോകാൻ പറ്റുമോ? ഇപ്പൊ പോകാൻ പറ്റുമോ? ഇതായിട്ട് അപ്രോച്ച് റോഡ് ആയിട്ടില്ല അല്ലേ? ഇതെന്തിനായിരിക്കും ഇവിടെ ഇങ്ങനെ ചെയ്തേക്കുന്നേ? ഭംഗിക്ക് പെടുന്ന അല്ലേ? ആണല്ലേ? അപ്പൊ ഇവിടെ നേരത്തെ ജങ്കാറുണ്ടായിരുന്നോ, കടത്തുണ്ടായിരുന്നോ? അപ്പൊ അതിന് പകരം ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുക അല്ലേ? അത് ശരി, ഓക്കെ, താങ്ക് യു. പമ്പാ നദിയുടെ കുറുകെയാണ് ഈ ഒരു പാലം ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പമ്പാ നദിയുടെ കുറുകെ നെടുമുടിയും തകഴിയും ഈ രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ കണക്ട് ചെയ്യുന്ന കുട്ടനാട്ടിലെ ഏറ്റവും പുതിയ പാലമാണ് പടഹാരം ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ 63.35 കോടി രൂപ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. 453 മീറ്ററാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. അതിൽ 18 സ്പാനുകളുണ്ട്. ഈ സ്ഥലം എന്താണെന്നറിയോ? നാഷണൽ വാട്ടർവേ ആണ്, ദേശീയ ജലപാത. ആ ദേശീയ ജലപാതയ്ക്ക് മുകളിലൂടെയാണ് ഈ ഒരു പാലം. ഈ പാലം വരുന്നതിന് മുമ്പ് പണ്ട് ഈ രണ്ട് കരകൾ തമ്മിൽ ബന്ധിച്ചുകൊണ്ട് ഇവിടെ ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാലം വന്നതോടുകൂടി ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുന്ന രീതിയിലേക്കാക്കി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.
നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ പാത്ത് വേ ബ്രിഡ്ജ് ആണ് ഇതെന്നാണ് അവകാശപ്പെടുന്നത്. അതായത് നമുക്ക് മുകളിലൂടെ വാഹനങ്ങൾക്കും താഴെ കൂടെ പെഡസ്ട്രിയൻസിനും നടന്നു പോകാവുന്ന രീതിയിൽ നിർമ്മിക്കുന്ന പാലങ്ങളെയാണ് പാത്ത് വേ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പാത്ത് വേ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. 1.7 മീറ്റർ നീളമുള്ള ഫുട്പാത്തുകൾ 2 വശത്തായിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിനകത്ത് കയറാനും ഇറങ്ങാനുമുള്ള അപ്രോച്ച് റോഡ് ഉടനെ തന്നെ നിർമ്മിച്ച് തീരുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ പാലത്തിന് മുകളിലോട്ട് കയറാതെ താഴെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പാലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡ് ഉണ്ടല്ലോ, ആ AC റോഡിനെ അതേപോലെ തന്നെ അമ്പലപ്പുഴ തിരുവല്ല റോഡ്, ഈ തിരുവല്ലയിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് പോകാനായിട്ട്, അതായത് ആലപ്പുഴ ഭാഗത്തേക്ക് പോകാനായിട്ട് 2 റോഡാണുള്ളത്. ഒന്ന് തിരുവല്ല അമ്പലപ്പുഴ ആലപ്പുഴ, പിന്നെ ഉള്ളത് ചങ്ങനാശ്ശേരി ആലപ്പുഴ. ഈ 2 റോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഇതിനിടയ്ക്കൂടെ പോകുന്ന ഒരു അടിപൊളി റോഡാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു റോഡും പാലമാണിത്. ഇവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആരാ മെസ്സേജ്? ഇവരാണ്. പേരെന്താ? അന്ന ജോർജി. ബിൻസി. നിങ്ങൾ ഇവിടുത്തെ വരാം. ഇവരാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. ഇവിടെ ഇങ്ങനെ ഒരു പാലം പുതിയതായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ വരുമ്പോഴെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ ചമ്പക്കുളത്തുണ്ടായിരുന്നു, ബോട്ടിലുണ്ടായിരുന്നു. 1 മണിക്കൂർ. ഓ, ഏകദേശം 3/4 മണിക്കൂർ ലാഭമായി. ചങ്ങനാശ്ശേരി പഠിച്ചതാ. മോനാണ് ഒത്തിരി ബുദ്ധിമുട്ട്. നേരത്തെ വന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ആദ്യം ഒരു കടത്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ജങ്കാറായി, അത് കഴിഞ്ഞിട്ട് സന്തോഷം കണ്ടല്ലേ? ഒത്തിരി സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളിപ്പോ ഇവിടെ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം നിങ്ങളെല്ലാരും കൂടെ കത്തി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു, നൈസ് ടു മീറ്റ് യു. നിങ്ങൾ എവിടെന്നാ വന്നേ? എവിടെന്നാ വന്നല്ലേ? കോളേജിൽ പഠിപ്പിക്കുകയാണോ? അപ്പൊ ക്ലാസ് ഇല്ലേ ഇപ്പൊ? പിള്ളേരൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ കാണാം. സീ യു. കാണാം ചേച്ചി, സന്തോഷം. ഓക്കെ, ഞങ്ങൾ നീങ്ങട്ടെ, ഇനി വരുമ്പോ കാണാം. ബൈ. ഞങ്ങൾ അങ്ങനെ തകഴി എത്തി ഗൈസ്. തകഴി എത്തിയപ്പോഴത്തേക്കിനും അവിടെ കേറ്റെടുത്ത് ഇല്ല, ഇപ്പൊ അവർ അടയ്ക്കാൻ പോവാണ്. അല്ലല്ല, അത് ആൾക്കാർ പോകാൻ വേണ്ടി തുറന്നിരിക്കുക. കുഴപ്പമില്ല, അത് നിർത്തി കൊടുത്തോ. എല്ലാരും ഇങ്ങനെ ഇത് അടയാൻ പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ പോകാനായിട്ട് ധൃതിയാണല്ലോ, കണ്ടില്ലേ? അത് താന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടെ ധൃതിക്ക് എല്ലാരും കൂടി ഇങ്ങനെ നമ്മൾ നിർത്തി കൊടുത്തു. കാരണം നമുക്ക് അവൻ പെട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്ന അവനും എടുത്തോണ്ട് പോയേനെ. 500 ഇത് സൂര്യൻ ജലിച്ചിവിടെ മുഖത്ത് റെയിൽവേ ഗേറ്റ് കണ്ടപ്പോഴത്തേക്കിനും. നമ്മൾ നേരത്തെ കണ്ട പാലമില്ല, അവിടുന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ആലപ്പുഴ പാസഞ്ചർ വന്നപ്പോഴത്തേക്കിനും നമ്മളിവിടെ തകഴി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മുടെ തകഴി റെയിൽവേ ക്രോസിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരാളുടെ വീടുണ്ട്. ആരുടെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. തകഴി എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ള ചേട്ടൻ്റെ വീട്. ചേട്ടൻ എന്ന് തന്നെ പറയാം, കുട്ടനാട്ടുകാരൻ്റെ ചേട്ടനാണ്. കുട്ടനാട്ടുകാരുടെ അഭിമാനം, നമ്മുടെ മലയാളികളുടെ മൊത്തം അഭിമാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയമാണ്. ആ ഒരു വീടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇവിടെ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ, അതായത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. തകഴി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണം വരെ ഇവിടെ തന്നെയാണ് താമസിച്ചത്. ഇവരുടെ തറവാടായിരുന്നു ഇത്, അദ്ദേഹത്തിൻ്റെ തറവാട്. അദ്ദേഹത്തിനെ സംസ്കാരം ചെയ്തിരിക്കുന്നതിൻ്റെ പുറകിലാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം കുടുംബം ഈ ഒരു വീട് സാംസ്കാരിക വകുപ്പിന് കൈമാറുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഇപ്പോൾ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നമുക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മൃതി പാഠം ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ അകത്ത് വന്നപ്പോഴത്തേക്കിനും ഇത് മിസ്റ്റർ അജയ്കുമാർ, അദ്ദേഹം ഈ തകഴി സ്മാരകത്തിന്റെ സെക്രട്ടറി ആണ്. അപ്പൊ നിങ്ങൾ ഒരു സ്മാരകമായിട്ടുണ്ട് ഇവിടെ അല്ലേ? അതായത് അത് വേറൊരു ട്രസ്റ്റ് തന്നെയാണോ? അതായത് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. തകഴി മരിച്ചതിന് ശേഷം തകഴിയുടെ ഈ വീട് അന്ന് MLA ജി സുധാകര സാറ് മുൻകൈ എടുത്തിട്ട് അത് വീട് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയായിരുന്നു. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കാനുള്ള ഫണ്ട് പുരാവസ്തു വകുപ്പിനായിരുന്നതുകൊണ്ട് പുരാവസ്തു വകുപ്പാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ഇതൊരു മ്യൂസിയമായി മാറ്റി. അപ്പോൾ ഇവിടെ ഒരു സമിതി പ്രവർത്തിക്കുന്നുണ്ട്. സമിതി സർക്കാരിൻ്റെ കീഴിൽ, സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ളൊരു സമിതിയാണ്.
ഇപ്പോൾ ജി സുധാകരൻ സാർ ചെയർമാനും ഞാൻ സെക്രട്ടറിയാണ് സമിതിയാണ് പ്രവർത്തിക്കുന്നത്. സമിതിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ചെയ്യുന്നത്. മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനിന്ന് വന്ന ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 10 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ ചരമദിനം. അദ്ദേഹത്തിന്റെ ചരമദിനം പ്രമാണിച്ച് ഇവിടെ വൈകിട്ട് സ്കൂളിൽ ഇവിടെ വർക്ക് നടക്കുകയാണ്. ഇപ്പൊ എന്ത് വർക്ക് ഇവിടെ ബേസിക്കലി നടക്കുന്നത്? ഇവിടെ ഒരു വലിയൊരു മ്യൂസിയം, തകഴി ശിവശങ്കരപ്പിള്ള അദ്ദേഹത്തിന്റെ എഴുത്ത്, അദ്ദേഹത്തിന്റെ ഭൂമിക, അദ്ദേഹത്തിന്റെ ജീവിതം, അതിലെ കഥാപാത്രങ്ങൾ, ഇതിനെയൊക്കെ പരിചയപ്പെടുന്ന ഒരുപക്ഷെ കേരളത്തിലൊരു എഴുത്തുകാരനെ കുറിച്ച് ഇത് തുറക്കപ്പെടുമ്പോൾ വരാൻ പോകുന്ന ഏറ്റവും ബൃഹത്തായ മ്യൂസിയമാണിത്. നമുക്ക് അകത്തേക്ക് കയറി കണ്ടാലോ? തീർച്ചയായും. ഇത് അദ്ദേഹം ശരിക്കും താമസിച്ചിരുന്ന വീടാണ് നമ്മളിപ്പോ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ മരണം വരെ താമസിച്ചത് ഇവിടെയല്ലേ? അല്ലേ? അതായത് ഈ വീട് അദ്ദേഹം മരിച്ചതിന് ശേഷം സർക്കാർ ഏറ്റെടുത്തു. സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം കാത്ത ചേച്ചിക്ക് ഇവിടെ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടു. സർക്കാർ 1 രൂപ വാടകയ്ക്ക് താമസിക്കാൻ അനുവാദം നൽകി. മരണത്തിന് ശേഷമാണ് പൂർണ്ണമായും സർക്കാരിലേക്ക് വന്നത്. ഓക്കെ. തിങ്കളാഴ്ചയും അവധി ദിവസങ്ങൾ ഒഴികെയുള്ള പല ദിവസങ്ങളിലും നമുക്ക് ഇവിടെ വന്ന് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഉള്ളിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ചാരു കസേര നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തകഴിയെ കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളെയൊക്കെ അദ്ദേഹം കണ്ട് വർത്തമാനം പറഞ്ഞിരുന്നത് ഇവിടെ ഇരുന്നാണ്. അതെ. ഈ മ്യൂസിയത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്താണ്? ഏറ്റവും പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കാണാം, ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഓക്കെ. ഒരു പക്ഷേ സന്ദർശകർക്ക് വേറെ ഒരു മ്യൂസിയത്തിലും ഇതിങ്ങനെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം ഈ ജ്ഞാനപീഠം പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ള ഞങ്ങളുടെ അറിവിൽ ഏക സ്ഥലം ഇതാണ്. ഈ അടുത്ത കാലത്തെങ്ങാനും എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഇതുവരെയുള്ള അറിവിൽ ബാക്കിയെല്ലാം ആ കിട്ടിയ എഴുത്തുകാരന് അവരുടെ സ്വകാര്യ ശേഖരത്തിലെ ഒരു വസ്തുവാണത്. പക്ഷേ ഇവിടെ തകഴിയുടെ കുടുംബം അത് ഈ മ്യൂസിയത്തിന് വിട്ടു നൽകി. അതുകൊണ്ട് ലോകത്തെ എവിടെ നിന്ന് വരുന്ന മനുഷ്യർക്കും ഇത് കാണാനുള്ള ഒരു വലിയ അവസരം. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ജ്ഞാനപീഠം എന്ന് പറഞ്ഞ ഈ പുരസ്കാരം കാണുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് നമുക്ക് വിലമതിക്കാനാവാത്ത വാല്യൂ ആണ്. പക്ഷെ ആ വാല്യൂ അത്രയുമുള്ള ആ ഒരു പുരസ്കാരം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് കാണാനും ഇത്രയധികം ഭംഗിയുണ്ടെന്നുള്ളത് ഞാനിപ്പോ കണ്ടപ്പോഴാണ്. അത് പക്ഷേ നമുക്ക് അധികം ആളുകൾക്ക് അറിയാത്തൊരു കാര്യം കൂടിയാണ്. ഇങ്ങനെ മറ്റൊന്നും ഇതില്ല എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. അവർ കാണുന്ന ഒരു സാധാരണ കാഴ്ചയെ കണ്ടു, പക്ഷേ ഇത് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്. പിന്നെ കൂടാതെ അദ്ദേഹത്തിന് കിട്ടിയ വിവിധ പുരസ്കാരങ്ങൾ, KPSC പുരസ്കാരമുണ്ട്, സോവിയറ്റ് നെഹ്റു അവാർഡുണ്ട്, വയലാർ പുരസ്കാരം, അങ്ങനെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുണ്ട്, എഴുത്തച്ഛൻ പുരസ്കാരം. അത് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ പ്രശസ്തി പത്രമാണ് അവിടെ. അദ്ദേഹം മരണപ്പെട്ടത് ഈ കട്ടിലിൽ കിടന്നാണ്. ആണോ? ഇവിടെ വീട്ടിൽ വെച്ചാണോ മരണപ്പെട്ടത്? അത് ശരി. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഇവിടെ അകത്തിരിപ്പുണ്ട്. നമ്മുടെ പഴയ പാസ്പോർട്ട്, അതെ. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വാലറ്റ് ആണെന്ന് തോന്നുന്നു അവിടെയുണ്ട്. പിന്നെ ഷേവ് ചെയ്തിരുന്ന റേസർ, അദ്ദേഹത്തിന്റെ വടികള്, പിന്നെ പണ്ടത്തെ ഒരു ടൈപ്പ് റൈറ്റർ നമുക്കിവിടെ കാണാം, പഴയ ക്ലോക്ക്, പഴയ ഫോട്ടോസ്, പിന്നെ ധാരാളം പുരസ്കാരങ്ങൾ, അതൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നാൽ കാണാൻ സാധിക്കും. എന്നാലും വളരെ സന്തോഷമുണ്ട് വന്നതിലും ഇതിവിടെ കണ്ടതിലും. കാരണം ഞാൻ കോഴഞ്ചേരിക്കാരനാണല്ലോ. ഞങ്ങൾ സ്ഥിരം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന വഴിയാണ്. എപ്പോഴും ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇതുവരെ കയറിയിട്ടില്ല. അത് എപ്പോഴും നോക്കും. വന്ന ദിവസം നന്നായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു എഴുത്തുകാരനും കൂടിയാണ്. ഇവിടെ വരാൻ സാധിച്ചതിൽ വീണ്ടും വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ കണ്ടതിലും വളരെ സന്തോഷം. താങ്ക് യു. നമ്മുടെ ഒരു പുസ്തകം ഞാനിവിടെ ഇവരുടെ സ്മൃതി മണ്ഡപത്തിന് കൈമാറുകയാണ്. ഇവരെല്ലാവരും എഴുത്തുകാരും കൂടി ആട്ടോ, അല്ലേ? സന്തോഷം. താങ്ക് യു. തിരുവല്ല എടത്വ അമ്പലപ്പുഴ റൂട്ടിൽ നമ്മൾ തകഴി കഴിഞ്ഞ് അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കിനും കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ബോർഡ് നമുക്ക് ലെഫ്റ്റിലേക്ക് കാണാം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കരുമാടി എന്ന് പറഞ്ഞൊരു ബോർഡും കാണാം. അതായത് കരുമാടി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണിത്. ആ കരുമാടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കുട്ടനുണ്ട്. നമ്മൾ സിനിമ കണ്ടിട്ടില്ലേ കരുമാടിക്കുട്ടൻ? ആ കരുമാടിക്കുട്ടനല്ല, ഇത് ഒറിജിനൽ കരുമാടിക്കുട്ടൻ. അതെന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. വീണ്ടും കാണാം കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ബോർഡ്. അവിടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതും നമ്മുടെ കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു സ്ഥലമാണ്. കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ബുദ്ധന്റെ ഒരു പ്രതിമ ഇവിടെയുണ്ട്.
ആ വഴിയിലേക്ക് കയറുമ്പോഴത്തേക്കിനും നമുക്കിവിടെ മുമ്പിൽ ഒരു വലിയൊരു ആമ്പൽക്കുളത്തിന്റെ പുറകിലായിട്ട് ഒരു കുഞ്ഞു ക്ഷേത്രം കാണാൻ സാധിക്കും. കരുമാടി ദേവി ക്ഷേത്രമാണ് ഈ കാണുന്നത്. സമീപത്ത് വലിയ ഒരു ആലൊക്കെ ആയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഒരു ആലപ്പുഴയുടെ ആ ഒരു നാടൻ ഭംഗി ശരിക്കും നമുക്കിങ്ങനെ വിളിച്ചു പറയുന്ന ഒരു പഴയ ഒരു ക്ഷേത്രം. അത് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലില് ഒരു നാട്ടുകാരൻ ചേട്ടൻ അവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ദേവി ക്ഷേത്രം. ഇത് വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിനെക്കാട്ടിൽ പഴക്കമുള്ളൊരു ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ ഒരു നാട്ടുകാരൻ എന്നോട് പറഞ്ഞത്. എന്താ ഋഷി? ഊഞ്ഞാലാടാല്ലോ ഋഷിക്ക്. പിന്നെ നമുക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അത് ഇവിടുത്തെ ഒരു വിഷ്ണു ക്ഷേത്രമാണ്. ശങ്കരനാരായണ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ക്ഷേത്രത്തിനെ കുറിച്ച് നിങ്ങൾ കണ്ണാടിയില് അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ടോ? അവിടെ ഭഗവാന്റെ മുമ്പിലല്ല കൽവിളക്കിരിക്കുന്നത്, ഇച്ചിരി മാറിയിട്ടാ. എന്തോ ഐതിഹ്യമുണ്ട്, മാറി മാറി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല, കഥ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. ടിവിയിലൊക്കെ വന്ന ആണല്ലേ? കിട്ടിയതാ. അതെ, അത് ശരി. എന്തായാലും ഇപ്പൊ ക്ഷേത്രങ്ങളെല്ലാം അടച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. പക്ഷെ ഞാനിതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പാടങ്ങളും പിന്നെ മറ്റു സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഇനി കരുമാടിക്കുട്ടനെ കാണാൻ പോകണ്ടേ? കമോൺ. ഞങ്ങളുടെ മോൻ ഊഞ്ഞാലാടാൻ ഒന്ന് കൊടുക്കാവോ? നിങ്ങൾ ഇവിടുത്തെ ആരാണോ? എവിടെ സ്ഥലം? എവിടെ എവിടെ സ്ഥലം? എവിടെയാ? പുന്നപ്ര. ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴേ അത് ശരി, അത് ശരി. ഋഷി ഇരിക്കുവോ? അതല്ലേ എടാ, അപ്പ നീ ഇരിക്കടാ, അവനെ പിടിച്ചോണ്ടിരിക്കും. ഞാൻ ആട്ടിത്തരാം. ഇല്ല, ഞാൻ പിടിക്കാം. അപ്പ അപ്പാടെ മടിയിൽ ഇരുത്തിക്കോ. ബാ, അപ്പാടെ മടിയിൽ ഇരുന്നാൽ മതി ഋഷിയെ. ബാ, കയറിയിരിക്കും. ബാ, അത് ഇതിവിടെ പബ്ലിക് ആയിട്ട് ഇത് പണ്ട് പോലെ ഉള്ള ഇവിടെ വന്നെപ്പോഴും ഇരിക്കും. ഓക്കെ. എന്തിനാ പേടി? നിങ്ങൾ വലുതായിട്ട് വേണ്ട ഇതിലൊക്കെ ഇരിക്കാൻ. ഇതേ വലിയ ഊഞ്ഞാലയിലിരുന്ന ആളല്ലേ വേണ്ടേ? ശ്രീകോവില് വടക്കോട്ട് ദർശനമുള്ള അമ്പലങ്ങൾ കുറവാ കേരളത്തിൽ, എല്ലാം കിഴക്കോട്ടാ. അത് ശരിയാ. അപ്പൊ ഇത് എന്തോ പ്രാധാന്യമുള്ള, ഞങ്ങള് മുസ്ലിംസ് ആയതുകൊണ്ട് അതിന്റെ അധികം അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചായിരുന്നു. ഈ അമ്പലത്തിന് ഒരു സംഭവം ഉണ്ട്, മറ്റേ ഇത് മാറി മാറി കല്ല് അറിയാൻ മനസ്സിലായത്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? ഇല്ല, ഭൂമിശാസ്ത്രപരമായിട്ട് എന്തോ സംഭവമാണ്. ജിയോളജി ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇത് സംഭവം ഉണ്ടെന്ന് അളന്നിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്. ശരി. ചേട്ടന്റെ പേരെന്താ? എന്റെ സഹറുള്ള. നൈസ് ടു മീറ്റ് യു. ചേട്ടന്റെ പേരോ? നൈസ് ടു മീറ്റ് യു. ഞങ്ങൾ കരുമാടിക്കുട്ടനെ കാണാൻ വന്നതാ. നമ്മൾ എത്ര തവണ ഈ വഴി കൂടെ ഒക്കെ പോയിരിക്കുന്നില്ലേ? സത്യം നാണക്കേട്. ഇവിടെ കണ്ടത്തില് ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. ആ ഉഴുതു മറിച്ചിട്ടപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ നെല്ല് കുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് തിന്നാൻ വേണ്ടി അങ്ങനെയാണ്. എന്നാ അവിടെ എന്തോ സംഭവം കൊത്തി തിന്നാൻ വേണ്ടിയാണ് ഈ കൊക്കെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ നിക്കുന്നത്. കണ്ടോ നോക്കിയേ, എന്തോരം കൊക്കാന്ന് നോക്കിയേ. എന്റെ പൊന്നബി, നമ്മൾ ഈ നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ പോയി കാണുന്ന ആ ഒരു ബുദ്ധ സ്തൂപവും ബുദ്ധ പ്രതിമയൊക്കെ ഇവിടെ നമ്മുടെ വീടിന് 50 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജനിച്ചിട്ട് 37 വർഷമായിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോ ഫീലിംഗ് പിറ്റി മാൻ, ഫീലിംഗ് പിറ്റി. ഇതുപോലൊരു സ്ഥലം അവിടെ ഉള്ള കാര്യം പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. കരുമാടിക്കുട്ട സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ സിനിമയിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, പണ്ട് എപ്പോഴോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ബുദ്ധ പ്രതിമ എന്ന് പറയുന്നത്. ഇതിപ്പോ ഗവൺമെന്റ് ഓഫ് കേരള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിയുടെ കീഴിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ്. ഋഷിക്ക് ഓർമ്മയുണ്ടോ ഇത് ആരാന്ന്? ആരാ? കരുമാടിക്കുട്ടനാ. പക്ഷെ ഇത് പ്രതിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധന്റെ പ്രതിമയായിട്ട് നമുക്ക് സാമ്യമുണ്ടെന്നുണ്ടെങ്കിലും പകുതിയേ ഉള്ളൂ അല്ലേ? ബുദ്ധനാണ്, പക്ഷെ അത് ഋഷിക്ക് മനസ്സിലാക്കാനുള്ള സാമ്യതയില്ല. ചന്ദനം തൊട്ട ബുദ്ധൻ. ഇതിവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഹിന്ദുക്കൾ ഇവിടെ വിളക്ക് കത്തിക്കും, അതേപോലെ തന്നെ ചന്ദനം തൊട്ട് മറ്റു പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ക്രിസ്ത്യാനികൾ ഇവിടെ വന്ന് മെഴുകുതിരി കത്തിക്കുമായിരുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ടായിരുന്നു. കരുമാടിക്കുട്ടൻ, ഇതാണ് കരുമാടിക്കുട്ടൻ, കണ്ടില്ലേ? ഈ കരുമാടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, ഇവിടെ അടുത്ത് ഇതിന്റെ പുറകിലായിട്ട് തന്നെ നമുക്ക് കാണുന്ന കരുമാടി തോട്ടില് വളരെ വർഷക്കാലമായിട്ട് അറിയപ്പെടാതെ കടന്നിരുന്ന ഒരു വിഗ്രഹം
നമ്മുടെ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന വ്യക്തിയാണ് എടുത്ത് സംരക്ഷിച്ച് ഇവിടെ മേളിൽ കൊണ്ടുവച്ചത്. ഈ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആളായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തെ തുറമുഖമാക്കാനൊക്കെ നമ്മളെ എന്താ പറയുക സഹായിച്ച ഒരു വ്യക്തി എന്ന് പറയുന്ന അദ്ദേഹമാണ്. കേരളത്തില് ഈ ബുദ്ധമതം വളരെ പ്രചാരം നേടിയിരുന്നെന്നും അത് സജീവമായിരുന്ന കാലഘട്ടത്തിന്റെ ഒരു തെളിവായിട്ടുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ചരിത്രകാരന്മാരും കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ഈ ഒരു പാതി മാത്രമുള്ള ആ ഒരു വിഗ്രഹത്തെ കണക്കാക്കുന്നത്. പണ്ടുകാലത്ത് ദലൈലാമ ഇവിടെ സന്ദർശിക്കുകയും ഇതിന്റെ സംരക്ഷണത്തിനായിട്ട് ധാരാളം ഏർപ്പാടുകളൊക്കെ ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. ദലൈലാമ വരെ വന്നിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലമാണ് കരുമാടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ചില ആളുകൾ ഇവിടെ വന്നിട്ട് തേങ്ങ ഉടച്ചിട്ട് പോകുന്ന ഒരു സംഭവങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് കരുമാടിക്കുട്ടൻ ജൈന പ്രതിമയാണ് എന്നാണ് പറയുന്നത്. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതിന്റെ ഒരു നിർമ്മാണ രീതിയും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൈന തീർത്ഥങ്കരൻ എന്നാണ് പറയുന്നത് എന്നും പറയുന്നു. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഇത് കുറച്ച് ഒരു എന്താ പറയാ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ ഒരു ചായ ഉണ്ട്, ഒരു ബാഹുബലിയോ അങ്ങനെ എന്താ പറയത്തില്ല ജൈനന്മാരുടെ, അതിന്റെ ഒരു ഇതുണ്ടല്ലേ. ആയിരിക്കണം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഒരു വിഗ്രഹമായിരുന്നു പണ്ട്. പിന്നീട് അതെടുത്ത് ഇങ്ങനെ ചെയ്താണ്. 2014 ഇവിടെ അടുത്തുള്ള ഏതോ ഒരു ഫാമിലി ഈ വിഗ്രഹത്തിന്റെ കൈ അവരുടെ കയ്യിൽ തലമുറകളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് കൈമാറി പോയിരുന്നു. അപ്പൊ അവര് പറഞ്ഞ പോലെ പണ്ട് ഈ തോട്ടി കണ്ടപ്പോൾ എടുത്ത് വെച്ചിരുന്നായിരിക്കണം. അത് ഇവര് പുരാവസ്തു വകുപ്പിന് നൽകി അത് നമ്മുടെ ഏതോ ഒരു മ്യൂസിയത്തിൽ വെക്കാനായിട്ട് തീരുമാനിച്ച് വെച്ചു എന്നൊക്കെയാണ് എനിക്കിതിനെ പറ്റിയൊക്കെ വായിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബുദ്ധ സ്തൂപവും ഒരു ബുദ്ധന്റെ ഒരു പാതി മുറിഞ്ഞൊരു വിഗ്രഹവും ഉണ്ട്. ഇതിലേക്ക് പോകുന്നവര് ഇടയ്ക്കൊന്ന് കയറി കാണാം. 3 പേർക്കും എന്ത് ശുഷ്കാന്തിയാ നോക്കമ്മ. നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ശുഷ്കാന്തി. അതാണ്ട് ഒരാൾ ഇങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് വെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാ. രണ്ടല്ല 3 കൂടെ. ആ ചെറുതും മോശമൊന്നും അല്ല. ചേട്ടാ തണുത്തതുണ്ടോ? നാരങ്ങ വെള്ളം എടുക്കോ? സംഭാരം ഉണ്ടോ? സംഭാരം ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സോഡ നാരങ്ങ വെള്ളം. ചേട്ടാ 3 മധുരം 3 സോഡ നാരങ്ങ വെള്ളം. എന്താണ് എടുത്ത് കാണിക്കാൻ? ഇവിടെ ഒന്നും ഇല്ല എടുത്ത് കാണിക്കാൻ. ഇത് പേട ഇഷ്ടമാണോ? ചോദ്യം ഇഷ്ടമാണോ? താഴെടുത്ത് പിടിക്കേ. താങ്ക് യു പറ. വേറെ ആർക്കെങ്കിലും വേണോ പേട? നീ അല്ലേ പറഞ്ഞ പേട വേണ്ടെന്ന്? ഇവിടെ തരണം. വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നീ ഇത് കഴിച്ചാൽ മതി. ഇതിനകത്ത് കറണ്ട് ഇല്ലല്ലോ. അപ്പൊ ഇത് എങ്ങനെയാ ചേട്ടാ? എത്ര നേരം തണുപ്പ് നിൽക്കും? ഐസ് കൊണ്ടിടും അല്ലേ? 4 ദിവസം നിൽക്കുവോ? ആ ഐസ് അപ്പൊ ഇങ്ങനെ വെള്ളമായി പോത്തില്ലേ? ആണോ? ആർക്കൊക്കെ വേണം നാരങ്ങ വെള്ളം? ആർക്ക് വേണം നാരങ്ങ വെള്ളം? മധുരം നാരങ്ങ വെള്ളം. ചേട്ടാ ഒരു സ്ട്രോ തരുമോ? സ്ട്രോ ഉണ്ടോ? സ്ട്രോ ഇല്ല. ഋഷി സ്ട്രോ ഇല്ല കുടിക്കണേ. ഇത് ഇതുപ്പ. ഇതാണ് ആ കൽവിളക്ക് മാറുമെന്ന് പറഞ്ഞ ആ ഒരു ക്ഷേത്രം. ആ കാണുന്ന കൽവിളക്കാണ് മുമ്പിൽ നിന്നും മാറുന്നു എന്നൊക്കെ പറയുന്നത്. ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്നപ്പോഴാണ് എനിക്കും ആ ഒരു സത്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ശരിക്കും നമുക്ക് ഈ കാണുന്ന ആ ഒരു കൽവിളക്ക് ഇല്ലേ, ആ കൽവിളക്ക് ക്ഷേത്രത്തിന്റെ നേരെ ആണ് നമുക്ക് കാണേണ്ടത്. കണ്ടോ? അതിപ്പോൾ ലെഫ്റ്റിലേക്ക് മാറി എന്ന് മാത്രമല്ല ഒരല്പം ചരിവോട് കൂടിയാണ് അത് നിൽക്കുന്നത്. ലെഫ്റ്റിലേക്ക് മാറി ഒരല്പം ചരിവോട് കൂടിയാണ് നിൽക്കുന്നത്. ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. വളരെ പഴക്കം ചെന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഇവിടുത്തെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൽവിളക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളമുണ്ട്. വിഷു ആകുന്നതിന് മുമ്പ് തന്നെ എല്ലായിടത്തും കൊന്നയൊക്കെ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. വേണ്ട എല്ലാവരും കൽവിളക്ക് കാണാം. അത് നേരെ മുമ്പിൽ പോയി നോക്കാം, അന്നേരം മനസ്സിലാവും. നേരെ ഫ്രണ്ടില്. യെസ്. വൈക്കം പത്മനാഭ പിള്ളയെ ഈ ക്ഷേത്രത്തിന് പിൻഭാഗത്തുള്ള പനയുടെ തറയിൽ കുടിയിരുത്തിയിരിക്കുന്നു. എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടെ? അത് എഴുതിയിരിക്കുന്നുണ്ടോ? ഇവിടെ വൈക്കം പത്മനാഭ പിള്ളയെ ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള പനയുടെ തറയിൽ കുടിയിരുത്തിയിരിക്കുന്നു. 1809 മരണപ്പെട്ടതാണ് അദ്ദേഹം. ഈ വൈക്കം പത്മനാഭ പിള്ള എന്ന് പറയുന്ന ആള് പണ്ട് തിരുവിതാംകൂറിലെ ഒരു പടനായകനായിരുന്നു അല്ലേ? ബ്രിട്ടീഷ് സൈന്യം പത്മനാഭ പിള്ളയെ വൈക്കത്തിനടുത്തുള്ള കുറുവേലിക്കുന്നിൽ നിന്ന് പിടികൂടി ആലപ്പുഴയെ കൊണ്ട് തൂക്കിലേറ്റി കൊന്നു. ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയാണെന്ന് ശരിക്കും നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ടോ? എനിക്ക് സോറി, ഞാൻ ഹിസ്റ്ററി പണ്ട് ഭയങ്കര വീക്കായിരുന്നു ഗൈസ്. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
അല്ലേ? പിന്നെ നമുക്ക് എനിക്ക് ജോഗ്രഫി ആയിരുന്നു താല്പര്യം, ഹിസ്റ്ററി താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ഹിസ്റ്ററിക്ക് നല്ല മാർക്ക് ഉണ്ട്. അതെ. ശരിക്കും വല്ലതും അറിയത്തില്ല. എന്തോരം കൊക്കാൻ നോക്ക്. ആണോ? പറന്നു പോയോ? ഋഷി വാന്ന് പറഞ്ഞപ്പോ അത് പറന്നു പോയോ? ആ സാരമില്ല കേട്ടോ. ചേട്ടാ ടാറ്റ. അവിടെ കുറെ പേരുണ്ട്, അവരെല്ലാരും അവിടെ കിടന്നുറങ്ങാണ്. ആ ചേട്ടൻ അവിടെ ഇരുന്ന് ജോലി ചെയ്യായിരുന്നു കേട്ടോ. അടിപൊളിയായി കിട്ടില്ല. കാറ്റൊക്കെ അടിപൊളിയായിട്ട് കാറ്റൊക്കെ കൊണ്ട് നാട്ടുകാരൊക്കെ ഭയങ്കര വൈബാ. നമ്മളിപ്പോ തിരിച്ച് എറണാകുളത്തേക്ക് പോകണം. എനിക്ക് എറണാകുളത്ത് പോയിട്ട് 1-2 പ്രോഗ്രാംസിൽ പങ്കെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പാലാരിവട്ടം പോവാണ്. ഇവിടെ ചേർത്തല ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം നമുക്ക് ഹൈവേയുടെ റോഡ് വൈഡനിങ് വർക്ക് നമുക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും. അതിഭയങ്കരമായിട്ടുള്ള റോഡ് വീതി കൂട്ടുന്ന പരിപാടികളാണ് നടക്കുന്നത്. ചാടി ആടി ഉറങ്ങിയോ? ഋഷി പകുതി ഉറങ്ങിയിരിക്കുവായിരുന്നു. ഹാപ്പിയായോ? ഹാപ്പിയാണോ? ഓക്കെ. അപ്പൊ ഇനി ഞാനും ശ്വേത ഋഷിയും കൂടെ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അബി എവിടെ ട്രിപ്പ് പോകുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് 3-4 ദിവസം പോയിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞ് ബാക്കി ദിവസങ്ങളിൽ ഞങ്ങൾ ഉണ്ടാവും. ഏതാ ആരുടെയാ? അത് പിടിച്ചോ? നിന്റെ അത് നിന്റെ അല്ലേ? വെച്ചോ, മേടിച്ചോ. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോ ഇനിയിപ്പം നമ്മള് നിങ്ങളെ ഇനിയിപ്പം നിങ്ങൾക്ക് ഇനി എവിടെ തമിഴ്നാട്ടിൽ വരണം അല്ലേ? ഇടയ്ക്ക് നിങ്ങളെ കൊണ്ടാ ഇതേപോലെ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ നമ്മൾ ബാക്കി കാഴ്ചകളായിട്ട് വരുന്നു. എനിക്ക് ആക്ച്വലി ഇവിടെ 2 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട്. ആ യൂട്യൂബിൻ്റെ മീറ്റപ്പിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് കൊച്ചിയിലേക്ക് വന്നത്. യൂട്യൂബ് ക്രിയേറ്റീവ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ബൈ.